ഇതാണ് ഞാൻ പറഞ്ഞ ആ 1.5 മുതൽ. അങ്ങനെ കാണുന്നില്ല, അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നു ആളുകളത്. ഓക്കെ, അയാളൊരു കമന്റ് ഇടാൻ വേണ്ടിയിട്ടായാലും അയാളുടെ സമയം ചീത്ത വിളിച്ചോട്ടെ, എന്താ ഇവിടെ ആ ലുക്ക് അയാൾക്ക് വർക്ക് ആവാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കുക, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അയാൾ ചീത്ത വിളിക്കുന്നത്. ഞാൻ ആ ജഡ്ജ്മെന്റിൽ കണ്ടിട്ട് എല്ലാ കമന്റുകളും ആസ്വദിക്കുന്നു പോകും. ഏറ്റവും ഇൻഡസ്ട്രി ഹിറ്റിന്റെ ഭാഗമാകാൻ പറ്റുക, പിന്നെ ബാക്കി രണ്ട് സിനിമകളായാലും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോക്കറ്റീവ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഗാന്ധി ഗ്രാമത്തിൽ പോയി ഗാന്ധി വിജയത്തിന്റെ അടുത്തുനിന്നാണ് നമ്മൾ ആ മുണ്ട് നേടിയത്. വന്നിട്ട് ഞാൻ ഡിജോ ചേട്ടനെ കാണാൻ ഡിജോ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ നന്മ നേരത്തിലേക്ക് വരുന്നതും, പിന്നെ അവിടെ വെച്ചിട്ടാണ് മമ്മൂട്ടി കമ്പനിയിൽ പരിചയം വരുന്നതും. പിന്നെ ആ വർക്ക് ഞാൻ നന്നായിട്ട് ചെയ്തു. മറ്റേ അമ്മയുടെ ചേച്ചി ടൈലറാണ്, അപ്പൊ അമ്മയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടിട്ടാണ് നമുക്ക് അതിനകത്ത് ഈ പറയുന്ന ഒരു പണ്ട് ഞാൻ ആ സാധനം ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി കരുതുന്നത് വീഡിയോ ഗെയിം ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു ഉദ്ദേശം ഉണ്ടാവും, കാർ ഓടിക്കണം എന്നുള്ള ഉള്ളിൽ കയറിയിട്ട് കാർ ഓടിക്കണം. പിന്നെ അതിങ്ങനെ ചവിട്ടി പിടിക്കും, ഒരു സമയത്ത് ഒരു ചവിട്ടി പിടിക്കാൻ നോക്കിയപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ട് മിഷൻ ചവിട്ടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആയിരുന്നു. 10 ലക്ഷത്തിന്റെ മുണ്ടെന്ന് പറഞ്ഞത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നെയ്തെടുത്തിട്ടുള്ളത് കൊണ്ട് ആണ് ഇത്രയും കോസ്റ്റ് ഒക്കെ വന്നത്. അല്ലെങ്കിൽ നമ്മൾ നോർമലി ഒരു മുണ്ട് മേടിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ ഇതിനകത്ത് മുണ്ടുകൾക്ക് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്. അത് പടത്തിന്റെ തുടങ്ങുന്ന പോർഷനും പടത്തിന്റെ എൻഡിങ് പോർഷനൊക്കെയാണ്. ഇത് എൻഡിങ്ങിനകത്ത് വേറെ മുണ്ടാണ് നമ്മൾ കൊടുത്തത്. ഖലീസിയ ബൈ മെൽവിജ്. ഞാൻ ഈ വഴി പോയപ്പോൾ ഈ ബോർഡ് കണ്ടിട്ട് ഇവിടെ നിർത്തിയതാണ്. ഈ ഖലീസിയ ബൈ മെൽവിജ്, മെൽവിജ് എന്നുള്ള പേര് നിങ്ങൾക്ക് പരിചയമുണ്ടോ? നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, പക്ഷേ ആള് ഇതിനകത്തുണ്ടോ എന്ന് നോക്കട്ടെ. കിട്ടിയ ഒരു 1.5 മുതലാണ് നമുക്ക് അകത്ത് പോയിട്ട് ആളിവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. മെൽവി. ഓക്കെ. ഹായ് മെൽവി. ഇതാണ് ഞാൻ പറഞ്ഞ ആ 1.5 മുതൽ. ശരിക്കും ഞാൻ ഇതുവഴി പോയപ്പോൾ നിങ്ങളുടെ ബോർഡ് കണ്ടിട്ടാണ് ഇങ്ങോട്ട് കയറിയത്. ഞാൻ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ആരെയാണ് കാണിക്കാൻ പോണത് എന്താണെന്നൊന്നും പറഞ്ഞില്ല. ഇപ്പൊ അവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നിങ്ങളുടെ ഡ്രസ്സിങ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതാണ് മെൽവി. മെൽവി ഇപ്പോ ഈ ഒരു ഘട്ടത്തിൽ പരിചയപ്പെടുത്തേണ്ടത് ടർബോയുടെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞിട്ട്. എങ്ങനെയുണ്ട് മെൽവി? ടർബോ ഒക്കെ റിലീസായി തിയേറ്ററിൽ ഹൗസ്ഫുൾ ആയിട്ട് ഓടുന്നു. ടർബോ നല്ല ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പറഞ്ഞ മാതിരി മമ്മൂട്ടി കമ്പനിയിലൂടെ രണ്ടാമത്തെ സിനിമ, അതുപോലെ മമ്മൂക്കയുടെ മൂന്നാമത്തെ സിനിമയാണ് ടർബോ. ആദ്യത്തെ പടം നൻപകൽ നേരത്ത് മയക്കായിരുന്നു, പിന്നീട് ബ്രഹ്മയുഗം, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ടർബോ. ഇപ്പൊ ടർബോയിലേക്ക് എത്തുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ടർബോ ഇപ്പൊ തിയേറ്ററിൽ ഭയങ്കര എല്ലാവരും ഭയങ്കര മാസീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് ഡീഗ്രേഡിങ് സൈഡിൽ കൂടെ നടക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ടർബോ ജോസ് അല്ലെങ്കിൽ പടം എന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കൊടുക്കുന്നത്. ഭയങ്കര ഹാപ്പി. ഈ പറഞ്ഞ മാതിരി ഒരു ഫാൻ ബോയ് മൊമെന്റിൽ നിന്ന് മമ്മൂക്കയുടെ പടങ്ങൾ ചെയ്യാൻ പറ്റുക, അതിനകത്ത് ഏറ്റവും ഇൻഡസ്ട്രി ഹിറ്റിന്റെ ഭാഗമാകാൻ പറ്റുക, പിന്നെ ബാക്കി രണ്ട് സിനിമകളായാലും ഇൻഡസ്ട്രിയിലെ ഏറ്റവും ടോക്കറ്റീവ് ആയിട്ടുള്ള സിനിമകളായിരുന്നു. അതിനകത്ത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്കൊന്നും ബ്രഹ്മയുഗത്തിൽ വലിയ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല തോന്നുന്നല്ലേ? കാഴ്ചയില് പണി കുറവാണ്, പക്ഷെ ബ്രഹ്മയുഗത്തിലാണ് ഏറ്റവും കൂടുതൽ. സിനിമയില് എനിക്ക് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു 30ാമത്തെ 32ാമത്തെ സിനിമയായിട്ടാണ് ബ്രഹ്മയുഗം ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോ ഇത്രയും നാള് ചെയ്ത സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ബ്രഹ്മയുഗം ഇച്ചിരി കൂടി ടഫായിരുന്നു. കാരണം ഇച്ചിരി കൂടി ക്രിയേറ്ററുടെ മൈൻഡിൽ ഇരുന്ന് തിങ്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഒരു ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന് അത്ര ഡെപ്ത് കൊടുക്കണം. പിന്നെ ഇത്രയും കഥാപാത്രങ്ങളുള്ളൂ, സിനിമ തുടങ്ങി അവസാനം വരെ ഈ കഥാപാത്രങ്ങളുടെ കൂടെ പോകണം. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് എലമെന്റ്. അല്ല, അതിനകത്ത് ഞാൻ ഒരു കാര്യം ചെയ്യും. ഇപ്പൊ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഒരു നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ഒരു കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് ഡ്രസ്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയിൽ ആകെ മമ്മൂട്ടി ഒരു മുണ്ടെടുത്തിട്ടുണ്ട്, മറ്റു ക്യാരക്ടറുകളാണെങ്കിലും അത്രേ ഉള്ളൂ എന്ന് പറയപ്പെടുന്നു. അതിനപ്പുറത്തേക്ക് ഒരു പ്രേക്ഷകനോട് എന്താണ് കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞു കൊടുത്താൽ? പറഞ്ഞില്ല, പ്രേക്ഷകന്റെ സാധാരണ പ്രേക്ഷകന് തോന്നാവുന്ന ചിന്താഗതികളാണ്. ഓക്കെ, ഇത്ര കഥാപാത്രങ്ങളേ ഉള്ളൂ, പക്ഷെ ഇത്ര കഥാപാത്രങ്ങൾ ആ പ്രേക്ഷകന് അത്രയും ഡെപ്തിൽ കൊടുക്കാൻ വേണ്ടി നമ്മൾ അതേപോലെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞ മാതിരി ഒരു കടയിൽ നിന്ന് മേടിക്കുന്ന ഒരു തുണി മുറിച്ച് എനിക്ക് മുണ്ടുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ആ കഥാപാത്രത്തിന്റെ ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പൊ നമ്മളത് ഗാന്ധി ഗ്രാമത്തിൽ പോയി ഗാന്ധി വിജയത്തിന്റെ അടുത്തുനിന്നാണ് നമ്മൾ ആ മുണ്ട് നെയ്തത്. അപ്പൊ എന്തുകൊണ്ട് അത് ചെയ്തു എന്ന് വെച്ചാൽ നമ്മൾ ആ കാലഘട്ടത്തിനെ റെപ്ലിക്ക് ചെയ്യുന്ന ഒരു സിനിമയാണ്
ഇപ്പൊ കിട്ടുന്ന അവൈലബിലിറ്റി മുണ്ടുകളിലെ സാധനങ്ങൾ വെച്ച് ചെയ്ത് എനിക്ക് അത്ര ഡെപ്ത് കിട്ടുമെന്ന് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഈ കഥാപാത്രങ്ങളോട് അത്ര നീതി പുലർത്തി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പൊ അന്നത്തെ കാലത്ത് എങ്ങനെയാണോ ബിൽഡിംഗ് ടെക്നോളജി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ എത്ര സ്ട്രെങ്ത്തിലാണ് അല്ലെങ്കിൽ എത്ര തിക്നെസ്സിലാണ് ഫാബ്രിക് ഇരിക്കുന്നത് എന്ന് നോക്കിയിട്ട് നമ്മളത് വെൽ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ ആ ഫാബ്രിക്സ് ഉണ്ടാക്കിയത്. അപ്പൊ അതിന് നമ്മൾ നോർമൽ ഒരു കടയിൽ പോയി 200-300 കിട്ടുന്ന മുണ്ടിന്റെ റേറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി, നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് നെയ്ത്ത് ആളുകൾ നമുക്ക് നെയ്ത് തന്ന മുണ്ടുകളാണ് അതൊക്കെ. പിന്നെ ഈ പറഞ്ഞ മാതിരി യക്ഷി, അതിനകത്ത് വേറൊരു ഭയങ്കര ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് യക്ഷി. അതായത് നമ്മള് കണ്ടു വളർന്ന യക്ഷികളെ വിട്ടിട്ട് ഇനിയും ഒരു ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു യക്ഷീനെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്തു. ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഞാൻ ഒരു 8 തവണ ട്രയൽ പോയി. അതിനകത്ത് ഒരു 4 തവണ നമ്മൾ തന്നെ ഡ്രസ് ഇടിച്ച് ട്രയൽ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് 3-4 നമ്മൾ മാനിക്യൂറിന് കോസ്റ്റ്യൂംസ് ഒക്കെ ആയിട്ട് സ്കെച്ചസും പരിപാടികളൊക്കെ ആയിട്ട് കാണിച്ചു കൊടുത്തെങ്കിലും നമ്മൾ ആ 8ാമത്തെ ട്രയലിൽ എത്തിയപ്പോഴാണ് ഓക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന യക്ഷി ഇങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് ഓരോ സ്റ്റേജിനകത്ത് പ്രോസസ്സിങ് വരുന്നുണ്ട്. അതായത് ഇപ്പൊ ആദ്യം നമ്മളൊരു കോസ്റ്റ്യൂം ട്രയൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ തുണി എടുക്കണം, ഫാബ്രിക് സ്റ്റിച്ച് ചെയ്യണം, ആ സാധനം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ അതിനകത്ത് ഷൂട്ട് ആവുന്ന ഓർണമെന്റ്സ് കൊടുക്കണം. അപ്പൊ അത് നമ്മള് പല പ്രാവശ്യങ്ങളായിട്ട് എക്സ്പെൻസ്, അതായത് പല തവണത്തെ ട്രയലിനും നമുക്ക് ചെറിയ ചെറിയ എക്സ്പെൻസ് വെച്ച് ഫൈനൽ ക്രാഫ്റ്റിലാണ് നമുക്ക് യക്ഷിയുടെ ഇങ്ങനെയൊക്കെയാണ് ഓർണമെന്റ്സ് വേണ്ടത്. പിന്നെ നമ്മളതെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കും ഓർണമെന്റ്സ്. അപ്പോ സാധാരണക്കാരുടെ കാഴ്ചയിൽ ഇത് ഒക്കെ റെഡിമെയ്ഡ് കിട്ടുന്നു എന്നുള്ള തോന്നൽ കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇതെല്ലാം കസ്റ്റമൈസ് ആണ്. ഈ പറഞ്ഞ മാതിരി ചാത്തന്റെ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. ചാത്തനെ ഞങ്ങൾ ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങി തിരിച്ചത് സോഴ്സിങ്ങിൽ ഇറങ്ങിയത് ഒരു വെല്ലുവിളി കമ്പനിയിലാണ്. ഞാനത് ഭയങ്കര രസകരമായിട്ട് എൻജോയ് ചെയ്ത വർക്കാണ്. അതായത് കൂടുതൽ അതായത് ക്രിയേറ്റീവ് ആയിട്ട് കൂടുതൽ പണിയെടുത്താണ്. കാരണം ഇതെല്ലാം കസ്റ്റമൈഡ് ആണ്, അല്ലെങ്കിൽ ഇതെല്ലാം ഒരു യുണീക്ക് ആയിട്ട് എനിക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് തിരിച്ചെടുത്തു. ടർബോയിലേക്ക് വരുമ്പോഴോ? ടർബോയില് ഈ പറഞ്ഞ മാതിരി ടർബോയില് മറ്റതുപോലെ ക്രിയേറ്റീവ് മെന്റാലിറ്റിനേക്കാളും കൂടുതൽ ഓടി നടന്ന് സോഴ്സ് ചെയ്യണം, ഇത്ര ആളുകൾ ഒപ്പിക്കണം, ഇത്ര ആളുകളുടെ ഡ്രസ് ഒരേപോലെ കൊണ്ടുവരണം, ഇത്ര ഫൈറ്റേഴ്സ് ഉണ്ട്, ഇത്ര ഗ്യാങ്ങുകളുണ്ട്. ഇപ്പൊ അത് എനിക്ക് ബ്രഹ്മയുഗത്തിന്റെ എക്സ്പീരിയൻസ് വെച്ച് വേറെ എക്സ്പീരിയൻസ്. ബ്രഹ്മയുഗത്തിന് ഞാൻ മെന്റലി കുറേ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്യാരക്ടറുകൾ ഉണ്ടാക്കിയത്. പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഈ റിസർച്ചിങ്ങിനകത്ത് കൂടുതലും മെന്റലി ആണ് പണിയെടുത്തത്. റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ സാധനം എങ്ങനെ ഉണ്ടാകും, അങ്ങനെ സ്കെച്ചസ് ചെയ്തിട്ട് വേറൊരു പണിക്കാരെ കൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡായിരുന്നു. ടർബോയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ടർബോ അൾട്ടിമേറ്റ് കൊമേഴ്ഷ്യൽ പടമാണ്. അപ്പൊ അതേപോലെ അബി, മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഡിസൈനർ അബി, നമുക്ക് ടർബോ ജോസിന്റെ കോസ്റ്റ്യൂംസ് എടുത്ത് നമ്മൾ അബിയുടെ സ്കെച്ചിങ് പരിപാടികളും കഴിഞ്ഞാൽ ഈ പാറ്റേൺ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് ശേഷം നമുക്ക് ഇത്രയും കഥാപാത്രങ്ങളുണ്ട്, എല്ലാം ആർട്ടിസ്റ്റുകളാണ്. പിന്നെ ഈ ടർബോ ജോസിന് എതിരാളികളായിട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളാണ് എല്ലാവരും. അപ്പോ ആ വില്ലന്റെ ഗ്യാങ്ങിനെ മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാതിരി ഈ ബ്രഹ്മയുഗത്തിലെ വർക്കൗട്ട് ആയിരുന്നില്ല. ഇപ്പോഴത്തെ ആളെണ്ണം മാൻ പവർ കൂടുതൽ വേണം ഞങ്ങൾക്ക്. എന്റെ വർക്കിംഗ് ശൈലി വേറെ രീതിയിലായിരുന്നു. ഞാൻ അപ്പൊ അതിനകത്ത് 30-ഓളം ബ്ലേസർ ധാരികൾ സൂട്ടിട്ടിട്ട് ഒരു ഗ്യാങ് ഉണ്ട്. പിന്നെ ഗുണ്ട സെറ്റപ്പ് പല സ്ഥലങ്ങളിലും പല ടൈപ്പ് ഓഫ് ഗുണ്ടകൾ വരുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ കൂടുതൽ സോഴ്സിങ്ങും പർച്ചേസിങ്ങും കൂടുതലായിരുന്നു. കൂടുതൽ പർച്ചേസിംഗ് ആയിരുന്നു എനിക്ക്. മറ്റേ ടർബോയിനകത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഞാൻ സോഴ്സിങ്ങിൽ ഇറങ്ങി കൂടുതൽ പാറ്റേൺസ് പിടിക്കാൻ നോക്കി. അതേപോലെ തന്നെ ഈ കൊമേഴ്ഷ്യലി ഹിറ്റ് ആയിട്ടുള്ള തമിഴ് തെലുങ്ക് മൂവികളുടെ റെഫറൻസുകളിൽ നിന്ന് നമുക്കൊരു വില്ലന്റെ ഇമ്പാക്ട് അല്ലെങ്കിൽ വില്ലന്റെ ഗ്യാങ്ങിന്റെ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാകുന്ന നോക്കിയിട്ടാണ് ടർബോയിൽ വർക്ക് ചെയ്തത്. പിന്നെ ടർബോയില് അല്ലെ മമ്മൂക്കയുടെ ഡ്രസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിലും മമ്മൂക്കയുടെ ഡ്രസ്സ് അഭിജിത്ത് എന്ന് പറഞ്ഞ കോസ്റ്റ്യൂം ഡിസൈനർ. ഇപ്പൊ നമുക്ക് കുറെ സെലിബ്രിറ്റീസിന് പേഴ്സണൽ ഡിസൈനേഴ്സ്. അപ്പൊ നമ്മള് മൂവി, ഞാൻ അഭിയുടെ കൂടെ നമ്മൾ 3 വർക്ക് ചെയ്ത പടങ്ങളിൽ നൻപകലിൽ മാത്രമാണ് എനിക്കൊരു ക്യാരക്ടർ, സുന്ദരത്തിന്റെ ക്യാരക്ടർ ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിട്ട് ഞാനത് ചെയ്തത്. ബാക്കിത്തെ എല്ലാ സിനിമകളിലും, ബാക്കിത്തെ എല്ലാ മമ്മൂക്ക സിനിമകളിലും അഭിജിത്താണ് കോസ്റ്റ്യൂം ഡിസൈനർ. അപ്പൊ ഞങ്ങൾക്ക് സിനിമ തന്ന സമയത്ത് വൈശാഖേട്ടൻ ആദ്യം കൺസേൺ ആയിട്ടിരുന്നത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം ഇതിനകത്ത് എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജോസേട്ടൻ പടത്തിൽ എങ്ങനെ പറയണമെന്ന് ആദ്യം കാണിക്കേണ്ട ഡിസൈൻ അതായിരുന്നു. അപ്പോ പിന്നെ അഭിയായിട്ടുള്ള കുറെ കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ അഭിജിത്ത് ഒരു പാറ്റേൺ പിടിച്ചു, ഇക്കയുടെ ഭാഗത്തു നിന്ന് റെഫറൻസ് കിട്ടിയിട്ടുണ്ടാവാം. അപ്പോ അങ്ങനെ ഒരു സ്റ്റൈൽ പിടിച്ചിട്ട് അഭിയതിനെ നമുക്ക് ഇങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാകാമെന്ന് നമ്മളൊരു ട്രയൽ ലുക്ക് വെച്ചു. ബാക്കി എല്ലാ ആർട്ടിസ്റ്റിന്റെ നമുക്കൊരു കോസ്റ്റ്യൂം മാത്രം എടുത്തത് ട്രയൽ ലുക്ക് വെച്ചു. അവർ 2 ഓപ്ഷൻ തന്നു. ഇതേപോലെ ഒരു ഷർട്ടിന്റെ ഓപ്ഷനും ഒരു കുർത്തയുടെ ഓപ്ഷനും ഈ സെയിം മെറ്റീരിയലിൽ ഒരു ഡ്രസ്സ് തന്നു. അപ്പൊ അത് രണ്ടും വൈശാഖന് വർക്ക് ആയത്. പിന്നെ മമ്മൂക്കാനെ ട്രയൽ ചെയ്തിട്ട് ഇടിച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂക്കിക്ക് ഷർട്ടാണ് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നിയത്. ഇപ്പൊ ചെറിയൊരു ഷോർട്ട് കുർത്തി ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ പറയുന്ന പാറ്റേൺ ഒരു കോട്ടയം വേറെ ഡിസൈൻ്റെ ഒരു മൂഡ് പിടിച്ചു നോക്കിയിരുന്നു. ബട്ട്
ഇതായിരുന്നു ഏറ്റവും അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഷർട്ടൊക്കെ ഇട്ട് വന്ന് മമ്മൂക്ക മറ്റേ മുണ്ടൊക്കെ എടുത്ത് വന്ന് കറക്റ്റ് ആ മെറ്റീരിയലിന് എന്തെങ്കിലും അത് പ്രത്യേകത ഉണ്ടോ? കോഡ്രോയ് ഫാബ്രിക് ആണ്. കോഡ്രോയ് ഫാബ്രിക് അബി ഒരുപാട് ട്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി ശശി എന്ന് പറയുന്ന ഒരു ടൈലർ ഉണ്ടായിരുന്നു, ശശി എന്ന്. ആൾക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനും അബിയും കൊളാബ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമുക്ക് വർക്കില്ലാത്ത സമയത്ത് ഞാൻ ടൈലർ ചെയ്തു. കാരണം ആ ഷർട്ട് കറക്റ്റ് റെഡിമെയ്ഡ് ഷർട്ട് സ്റ്റിച്ച് ചെയ്ത മാതിരിയായിരിക്കണം. അപ്പൊ അതിനകത്ത് പിന്നെ ഈ പറഞ്ഞ കോഡ്രോയ്ക്ക് ഹാർഡർ ഫാബ്രിക് ആണ്. അപ്പൊ അതിന് ഒരുപാട് തവണ വാഷ് ചെയ്തിട്ടൊക്കെയാണ് അബിയത് അതായത് ഒരുപാട് തവണ വാഷ് ചെയ്ത് സോഫ്റ്റ് ആക്കി അതിന് ശേഷമാണ് കളർ മുക്കി അങ്ങനത്തെ അതിന്റെ ഒരു 4-5 അഞ്ചല്ല അതിൽ കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നു. കാരണം ഇത്രയും സെക്കൻഡ് ഹാഫ് തൊട്ട് ക്ലൈമാക്സ് വരെ ഒറ്റ കോസ്റ്റ്യൂമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ടർബോ ന്യൂസിന് ഇപ്പൊ പറഞ്ഞാൽ നമുക്ക് എല്ലാ ഓഡിയൻസിനും കിട്ടുന്നുണ്ട്. ഇതൊരു ഫാൻ ബേസ് സിനിമയാണ്. മമ്മൂക്കയുടെ ആരാധകർക്ക് അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോ മമ്മൂക്കേനെ നമുക്ക് കാണണമെന്ന് തോന്നുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഈ പറയുന്ന ഒരു മുൻകൊടുത്ത് മടക്കി കുത്തി മറ്റേ കൈ ഒന്ന് കയറ്റി വെച്ച് അതിനകത്തൊരു ഇടി ഇടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, ഫാൻ ബോയ് അല്ലെങ്കിൽ മമ്മൂക്കേനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അത് നമുക്ക് ഈ സിനിമയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ വൈശാഖന്റെ റെഫറൻസ് ഉണ്ടായിരുന്നു. അത് നമുക്ക് കൊടുക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ ഓപ്പോസിറ്റ് രാജ് സാറിന്റെ ആയാലും കോസ്റ്റ്യൂംസിനകത്ത് ഒരു ഡെവിളിഷ് ക്യാരക്ടറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഷൂട്ട് കൊടുക്കായിരുന്നു. ഏത് തരത്തിലേക്ക് വേണമെങ്കിലും രാജ് സാറിനെ ക്രിയേറ്റ് ചെയ്തത്. ഈ പറഞ്ഞ മാതിരി ഷൂട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സാറിന് എത്രത്തോളം ആളുകൾക്ക് റിലേറ്റ് ചെയ്യുന്നുള്ളതിനകത്തൊക്കെ ഉള്ള ഒരു പ്രശ്നം കൊണ്ടും പിന്നെ സാറിന്റെ ലുക്ക് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. അതായത് സാറിന്റെ ഡെയിലി വെയറബിൾ ആയിട്ടുള്ള സാറ് പ്രസന്റ് ചെയ്യുന്ന സ്റ്റൈൽസിന് നമുക്കൊരു ഡിസൈനർ വെയറിലേക്ക് ഇങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ സാറ് വൈറ്റ് ഷർട്ടിലുള്ള വേറെ കളർ മുണ്ടൊക്കെ എടുത്തിട്ടാണ് സാറ് ആ ഒരു സ്റ്റൈൽ മാത്രമേ സാറ് കീപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ അതിനൊരു യൂണിഫോമിറ്റി ആക്കാന്നുള്ള പ്ലാനിൽ വെച്ചിട്ട് ഓക്കെ ഫുൾ ബ്ലാക്ക് ക്ലോത്തിനകത്ത് ചെറിയൊരു സ്ട്രൈപ്പ് ലൈൻ മാത്രം വെച്ചിട്ട് അപ്പൊ ഇൻട്രോ സീൻ അങ്ങനെ ബ്ലാക്കും റെഡും കോമ്പിനേഷനകത്ത് നമ്മൾ ഡെവിലിഷ് ക്യാരക്ടർ ആണെന്നുള്ള ഇൻട്രൊഡക്ഷനും അപ്പൊ ആ കളേഴ്സിന്റെ റെപ്രസെന്റേഷനും അതായിട്ടാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. ഒരു ഫുൾ റയോൺ ഫാബ്രിക് ആണ്. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു ഫാബ്രിക് സാറിന്റെ ക്യാരക്ടർ ഒഴുക്കം കിട്ടാനും. പിന്നെ എൻ്റെ അടുത്ത് മിഥുൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ രാജ് സാറ് ഹെലികോപ്റ്ററിലായിരിക്കും വരാം, റോൾസ് റോയ്സിലായിരിക്കും വരാം, ബട്ട് അതിനകത്തൊരു മുണ്ടും ഷർട്ടും ഇട്ട് നിൽക്കുന്ന ഒരു രാജ് സാറിന് ഇത് കാണാൻ പറ്റി കഴിഞ്ഞാൽ അടിപൊളിയാന്ന് പറയുന്നത്. കാരണം അതൊരു വേറിട്ടൊരു ലുക്കാണ്. കാരണം എന്തുകൊണ്ട് ഇത്രയും കാശിന്റെ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എന്തുകൊണ്ട് പിന്നെ സാർ ഈ മുണ്ടും ഷർട്ടും എടുക്കുന്നു എന്ന് പറയുന്നത് ആ വില്ലനിസത്തിന്റെ ഒരു വേറൊരു കൈൻഡ് ഓഫ് സ്വഭാവമായിരിക്കാം അത് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അങ്ങനെയൊക്കെയാണ്. പിന്നെ കബീർ സിംഗ് സാറിന്റെ കൂടെ ആളുടെ ഒരു പാറ്റേൺ നമ്മൾ സോളിഡ് കളേഴ്സിനകത്ത് പാന്റും ഷർട്ടും ഒരേ പാന്റും ഷർട്ടും എടുക്കുന്നത്. അതേപോലെ കതിർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട് ഫുൾ ബ്ലാക്കിനകത്ത്. പിന്നെ ഇവരുടെ ഫുൾ ഗ്യാങ്ങിനെ നോക്കുമ്പോൾ അതിലൊരു ഗ്രേ ഡാർക്ക് ടോണുകളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഇതിനകത്ത് വേറെ എടുത്തു പറയുന്നത് നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്റെ ടൈം വരുന്നത്, അതായത് സിനിമ നമ്മൾ ഏതൊക്കെ കളേഴ്സ് സിനിമയിൽ യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഉണ്ടായിരുന്നു, ഷാജി നടുവില്, ഷാജി ചേട്ടൻ ആർട്ട് ഡയറക്ടർ, ഷാജി ചേട്ടൻ, വിഷ്ണു ശർമ്മ. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്രൊഡക്ഷൻ ഡിസൈനിങ്ങിന്റെ ഗ്രൂപ്പ് ഉണ്ടാക്കി. നമ്മൾ സിനിമ തുടങ്ങുന്നതിന് വൈശാഖേട്ടൻ ഞങ്ങൾക്ക് 3 പേരും ഒരു സാധനം തന്നത്. ഇതിനകത്ത് വരേണ്ട കളേഴ്സുകൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണ്, എന്നാൽ പോലും ഒരു ക്ലാസ് ആയിട്ട് നമുക്ക് ക്ലൈമാക്സിലേക്ക് വരുന്നതിന്റെ കളേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാൻ പറ്റില്ല. പ്ലാൻഡ് ആയിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള കളേഴ്സുകളാണ്. ഇപ്പൊ വൈറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ആ ക്ലൈമാക്സ് ഫൈറ്റിന് വർക്കേഴ്സിന് കൊടുക്കുന്നത് അതിന്റെ ലൈറ്റപ്പ് നമുക്ക് ആ റിഫ്ലക്ഷൻ ആ വൈറ്റിനകത്ത് കിട്ടാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എല്ലാം മുകളിലേക്ക് ചെയ്താണ് ആ റിഫ്ലക്ഷൻ. പിന്നെ എൻ്റെ ഫാക്ടറിനകത്തുള്ള കളേഴ്സ്, ഫിഷിന്റെ മറ്റേത്, അപ്പൊ ഇതിനകത്തെല്ലാം ഈ ഒരു സിൽവർ മിക്സ് ഉള്ള കളേഴ്സ് മറ്റേ ഈ ടോൺ കയറി കിടക്കുന്ന അതായത് നമ്മൾ ടീ റെഡ് ആ കൈൻഡ് ഓഫ് ടോൺ ആണ് ലേറ്റസ്റ്റ് യൂസ് ചെയ്തത്. അത് നമ്മൾ കോസ്റ്റ്യൂമിൽ വരുമ്പോൾ എങ്ങനെ റിഫ്ലക്ട് ചെയ്യും, അല്ലെങ്കിൽ ആർട്ടിനകത്ത് അതിന്റെ സ്റ്റീൽ പ്രോപ്പർട്ടീസ് വരും. അതിന് മൊത്തത്തിൽ ഒരു എൻ്റെ വിഷൻ ഞങ്ങൾ 3 പേരും കൂടി നേരത്തെ ഉണ്ടാക്കിയിരുന്നു. എയുടെ സപ്പോർട്ടോടുകൂടിയും നമ്മൾ സ്കെച്ചസിനകത്ത് കൂടിയും കളർ പാലറ്റിനകത്ത് നമ്മൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഈവൻ പള്ളിപ്പെരുന്നാളിന് ഏത് ഷർട്ട് കൊടുക്കണമെങ്കിൽ പള്ളിപ്പെരുന്നാളിന് മമ്മൂക്കയുടെ വൈറ്റ് കളർ ഷർട്ട് നമ്മൾ എന്തുകൊണ്ട് വൈറ്റ് കളർ ഷർട്ട് കംപ്ലീറ്റ് ലൈറ്റിംഗ് ആ ഷർട്ടിനകത്ത് റിഫ്ലക്ട് ചെയ്യാൻ പറ്റും. ഇവൻ നമ്മൾ പ്ലാൻഡ് ആയിരുന്നു ഏത് കളർ ബാക്ക്ഗ്രൗണ്ടിലുള്ള ലൈറ്റ് ഇതിന്റെ എല്ലാത്തിന്റെ ഒരു കളർ പ്രസൻസ് ഈ ഷർട്ടിന്ന് കാണാൻ പറ്റുന്നത്. വൈറ്റ് ആയതുകൊണ്ട് കളർ റിഫ്ലക്ഷനകത്ത് ഭയങ്കര രസമായിട്ട് അത് ഓരോ ക്യാരക്ടറിനും നമ്മൾ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഇന്ന സീൻ ഏതൊക്കെ കളേഴ്സ് വരണം, എങ്ങനെയായിരിക്കും ആർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവുക, എങ്ങനെയായിരിക്കും സിനിമാറ്റോഗ്രാഫിയുടെ കളേഴ്സ് നിർത്താനുള്ളത് നമ്മൾ 3 പേരും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തൊരു പരിപാടിയാണ്. അതിനകത്ത് ഒരു 70
90% നമ്മൾ സക്സസ് ആണ്. കാരണം ചില ഫ്രെയിമുകളിൽ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഈ കളർ പാലറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന സിനിമകളുണ്ട്. അതെ. അപ്പൊ അതിനകത്ത് നമ്മൾ ഭയങ്കര കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ ലൈറ്റിങ്ങിന് ഏത് കളേഴ്സ് ആണ് മാച്ച് ആവുന്നത്, ആർട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന പ്രോപ്സ് ആയിക്കോട്ടെ, ബാക്ക്ഡ്രോപ്പിൽ വരുന്ന കളേഴ്സ് ആയിക്കോട്ടെ, അത് ഏതായിരിക്കും മാച്ച് ആവുക, അത് വെച്ചിട്ട് നമ്മൾ പ്രീ പ്ലാൻ ചെയ്തിട്ട് നമ്മളെ ഓരോരുത്തരുടെ കളർ പാലറ്റ്. പിന്നെ നമ്മൾ ജൂനിയേഴ്സിന്റെ അടുത്ത് എല്ലാവർക്കും ജൂനിയേഴ്സിന് കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ജൂനിയേഴ്സിനായിട്ട് ഒരു കളർ പാലറ്റ് ഉണ്ടായിരുന്നു. ഇന്ന കളേഴ്സിൽ നമ്മളൊരു സർട്ടൺ നമ്പേഴ്സ് ഓഫ് കളേഴ്സ് കൊടുത്തിട്ട് ഇത്രയും കളേഴ്സ് നമുക്ക് സിനിമയിൽ ഉപയോഗിക്കാനുള്ളൂ, മറ്റേത് കളേഴ്സിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ളൊരു 3-4 ഓപ്ഷൻ വെച്ചിട്ട് നമ്മൾ കളർ കൺട്രോളിങ്ങിനകത്ത് കുറേ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പറഞ്ഞു സെറ്റില് ഈ കോസ്റ്റ്യൂം ഡിസൈനിങ്ങിനെ കുറിച്ച്? മമ്മൂക്കായിട്ട് ഞാൻ ഇപ്പൊ 3 സിനിമ വർക്ക് ചെയ്തതിൽ ഞാൻ മമ്മൂക്കയുടെ ആകെ ഒരു പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളൂ. അത് ബ്രഹ്മയുഗം കഴിഞ്ഞിട്ടാണ്. അല്ലാതെ തന്നെ കണ്ടിട്ടുണ്ട്. എന്നെ കുറിച്ച് അന്വേഷിക്കുന്നത് ജോർജേന്റെ അടുത്താണ്, അല്ലെങ്കിൽ ജോർജേന്റെ അടുത്തായിരിക്കും മറ്റേ എന്തെങ്കിലും പറയാം. ഞാൻ ഇതുവരെ ഈ ഒരു എന്താ പറഞ്ഞറിയില്ല, മമ്മൂക്കനെ കാണുമ്പോൾ നമുക്ക് ഒരു ചെറിയ പേടിയും വരെയൊക്കെ വരും. ഈ മറ്റേ ബ്രഹ്മയുഗം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ലാസ്റ്റ് ദിവസം ഫോട്ടോ എടുക്കും. നൻപകലിന് ഞാൻ അങ്ങനെ ഒരു കിട്ടിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ബ്രഹ്മയുഗത്തിൽ നമ്മൾ ലാസ്റ്റ് ഡേ ഫോട്ടോ എടുക്കുന്ന, നമുക്ക് പ്രൊമോഷണൽ ഫോട്ടോ എടുക്കുന്ന ഇതുണ്ട്. അപ്പൊ ഞാനിങ്ങനെ ചെന്ന്, അപ്പൊ ഞാൻ ആ ടൈമിൽ ഇതേപോലെ തന്നെ എനിക്ക് ബ്ലാക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ്. ബ്ലാക്കിനകത്ത് ഗോൾഡൻ സ്ട്രൈപ്പ് ഉള്ള ഒരു മുണ്ട് ഷർട്ട് ഇട്ടിട്ട് കുറെ സ്വർണ്ണത്തിന്റെ മാലയൊക്കെ ഇട്ടിട്ടാണ് പോണത്. കയ്യിലും കുറച്ച് സ്വർണ്ണത്തിന്റെ ആക്സസറീസ് അതുപോലെ ഉണ്ട്. നമ്മൾ ഓരോ ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഒരു കമന്റ് അടിച്ച് എനിക്ക് തോന്നുന്നുണ്ട്, ഈ ലൊക്കേഷനിൽ ഏറ്റവും കാശായിരുന്നു ഞാൻ. അത് ഞാൻ ആ ഫോട്ടോ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടല്ലേ ആ ഫോട്ടോ റിച്ചസ്റ്റ് മാൻ ലൊക്കേഷൻ. അത് ഭയങ്കര എനിക്ക് ഭയങ്കര അപ്രിസിയേറ്റീവ് ആയിട്ടുള്ള കമന്റ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി പല പ്രാവശ്യം എന്നെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞ മാതിരി ഇതേപോലത്തെ ഒരു ലുക്കിലൊക്കെ ലൊക്കേഷനിൽ പോകാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. പിന്നെ ഞാൻ എനിക്ക് പറഞ്ഞില്ല, ഒരു ഫാൻ ബോയ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഭയങ്കര റെസ്പെക്ട് കൂടിയത് കൊണ്ടാണ് 3 സിനിമയിലും ഞാൻ ഒരു പ്രാവശ്യമാണ് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റുന്നത്. അത് പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പൊ ജോർജിയനായിട്ട് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്പനിയായിട്ട് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പിന്നെ അഭിജിത്താണ് നമുക്ക് കോസ്റ്റ്യൂം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിൻ്റെതായ സ്പേസിൽ നമ്മൾ, പിന്നെ സുന്ദരത്തിന്റെ കോസ്റ്റ്യൂം ട്രയലിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ നന്മകളിലെ സുന്ദരം എന്ന ക്യാരക്ടറിന്. അപ്പൊ അന്നും കോസ്റ്റ്യൂം ഇടിച്ച് കഴിഞ്ഞപ്പോ അതിന്റെ ഒരു ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടതല്ലാതെ ഇത്രയും പോലെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഫാൻ ബോയ് ആയിട്ടും അല്ലെങ്കിൽ നമ്മൾ അത്ര റെസ്പെക്ടോടുകൂടി നമ്മളെ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മള് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളതിൽ വരും അത്. അതെ അതെ അതെ. പക്ഷെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇപ്പൊ നമ്മള് ശ്രീനാഥ് ഫോട്ടോഗ്രാഫറുണ്ട്, അങ്ങനെ കുറെ പേര് ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്ന, ഇവര് നമ്മൾ കൂളായിട്ട് സംസാരിക്കുന്ന, ഭയങ്കര ഈസിയാണ് സംസാരിച്ചാൽ മതി നമുക്ക്. പിന്നെ എന്നെ അറിയാം, ഞാൻ ചെയ്യുന്ന വർക്കും ആള് ഭയങ്കര നോട്ടീസബിൾ ആയിരിക്കുമെന്നാണല്ലോ നമുക്ക്. 3ാമത്തെ സിനിമയാണ് എനിക്ക് റോഷാക്കും കൂടി വന്നായിരുന്നു. ബട്ട് റോഷാക്ക് എനിക്ക് ആ ടൈമിൽ എന്റെ എന്നാ താങ്കേഴ്സ് മൂവിയുടെ ഷെഡ്യൂളായിട്ട് പ്രസന്റ് ചെയ്തിട്ട് എനിക്കത് ചെയ്യാൻ പറ്റും. മമ്മൂട്ടി വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഈ പറഞ്ഞ മാതിരി നമ്മള് കുറേ പ്രൊഡക്ഷൻ ഹൗസുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത്. അതിനകത്ത് STK ഫ്രെയിംസ് അടിപൊളി കമ്പനിയാണ്. അതേപോലെ തന്നെ മമ്മൂട്ടി കമ്പനി, ഇത് ഞാൻ 2ാമത്തെ സിനിമയാണ് മമ്മൂട്ടി കമ്പനിയുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ഭയങ്കര അടിപൊളിയായിട്ടാണ്. പിന്നെ പോളി ജൂനിയർ പിക്ചർ, പിന്നെ വൈനോട് സ്റ്റുഡിയോ, അങ്ങനെ ഒരു 3-4-5 പേരെയൊക്കെ നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ. അതായത് ഒരു ടെക്നീഷ്യനെ എത്രത്തോളം ക്രാഫ്റ്റ് കാണിക്കാൻ പറ്റുമോ, അതിനെത്ര രീതിയിൽ ഈ മമ്മൂട്ടി കമ്പനിയോട് വർക്ക് ചെയ്യുമ്പോൾ ഫുൾ ഫ്രീഡം കിട്ടും. പിന്നെ തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക്, ഇപ്പൊ ഞാന് ടർബോന് കൊടുത്തൊരു ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. എന്റെ എക്സ്പെക്ടേഷനകത്ത് ഞാൻ ടർബോക്ക് കൊടുത്തൊരു ബഡ്ജറ്റ് ഉണ്ട്. അപ്പൊ ആ ബഡ്ജറ്റ് ഏകദേശം ഒരു ഷൂട്ടിന്റെ ഒരു 70% ആണെങ്കിൽ ബഡ്ജറ്റ് ഏകദേശം ക്ലോസ് ആവാം. എനിക്ക് തന്നിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള ബഡ്ജറ്റ് ക്ലോസ് ആവുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം വന്നു. അപ്പൊ ഞാൻ അതിനുള്ള പ്രോപ്പർലി എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും നമുക്കൊരു പ്രാവശ്യം പറഞ്ഞാൽ മതി. കൃത്യമായിട്ട് അവർക്കൊരു ആൻസർ വേണം. അത് ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടി കൺവേ ചെയ്തതിനു ശേഷം എനിക്ക് അടുത്ത് വന്നിട്ടുള്ള ഫണ്ടുകളുടെയൊക്കെ ഫ്ലോ, അത് നമുക്ക് ഒരു പ്ലാൻ ചെയ്ത ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ പോകുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആദ്യം ഒന്ന്, അല്ലെങ്കിൽ ആ ബഡ്ജറ്റ് കൂടുതലായി എക്സീഡ് ആയെന്ന് പറഞ്ഞിട്ടൊരു ഇത് വരും. പക്ഷെ അങ്ങനത്തെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രഷറുകളോ ഒന്നും നമുക്ക് തന്നിട്ടില്ല മമ്മൂട്ടി. ഇനിയിപ്പോ അടുത്ത പ്രൊജക്ട് ഏതാ? ഇപ്പോ എന്റെ പടങ്ങൾ നടക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ എനിക്ക് ആക്ഷൻ ഹീറോ ബിജു 2 സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അതിപ്പോ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു കൽക്കട്ടയില്. പിന്നെ ഇപ്പോൾ ഉള്ളത് ഡിയർ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞ പടമുണ്ട്. അത് ഞാൻ ഗായത്രി കിഷോർ എന്ന് പറഞ്ഞ ഒരു ഡിസൈനർ കൂടി കൊളാബ് ചെയ്തതാണ്. പിന്നെ യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരള എന്ന് പറഞ്ഞ ഫിലിം നടക്കുന്നുണ്ട്. ഇതിനു മുന്നേ മിന്നൽ മുരളിയും മെൽവിയല്ലേ ചെയ്തത്? ഞാൻ എന്റെ കരിയറിൽ ഇപ്പോ എനിക്ക് ഏറ്റവും ഫേവറേറ്റബിൾ ആയിട്ടുള്ള സിനിമകൾ എന്നൊക്കെ പറയുന്നത് കിട്ടുള്ള എന്റെ മാലാക,
വലിയ പെരുന്നാള്, മിന്നൽ മുരളി, മഹാവീര്യര്, വെയിൽ എന്ന് പറഞ്ഞ മൂവി, പിന്നെ എണ്ണത്താൻ കേസ് കൊടുക്ക്, കനകം, അങ്ങനെ ഒരു നമ്പേഴ്സ് ഓഫ് ലിസ്റ്റിനകത്ത് ഭയങ്കര നല്ല സിനിമകളുണ്ട്. അപ്പോ മിന്നൽ ഇതേപോലെ തന്നെ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടിയ സിനിമയാണ്. അതായത് ഞാൻ എന്റെ കരിയറിൽ 25-ാം വയസ്സിൽ ചെയ്യുന്ന സിനിമയാണ് മിന്നൽ. ഇപ്പൊ എനിക്കൊരു 30 വയസ്സായി. ഇപ്പൊ പറഞ്ഞ മാതിരി ഞാൻ എന്താ പറയാ, ഒരുപാട് ഞാൻ ഇങ്ങനെ ഒന്ന് ഫേസ് ചെയ്യാൻ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു, മടിയുള്ള ആളായിരുന്നു. കാരണം ഒരു 8 വർഷമായി പറഞ്ഞ സിനിമ എക്സ്പീരിയൻസ്. 23-ാം വയസ്സിൽ ആദ്യത്തെ സിനിമയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മിന്നൽ കഴിഞ്ഞിട്ട് അത് ഇത്ര വലിയൊരു അച്ചീവ്മെന്റ് ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു അല്ലെങ്കിൽ ഷോക്കേസ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെയാണ് അത് എന്നെ അറിയാവുന്ന വർക്ക്, അതായത് എന്റെ വർക്കും ക്വാളിറ്റി അറിയാവുന്ന ഡയറക്ടേഴ്സ് എപ്പോഴും എന്നെ കോൾ ചെയ്യുന്നുണ്ട്. എനിക്കിപ്പോ എല്ലാ വർഷവും ഒരു 4-5 സിനിമ എപ്പോഴും കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ അറ്റ് എ ടൈം ഒരു സിനിമയൊക്കെ എടുക്കുള്ളൂ. കാരണം ഏറ്റവും കൂടുതൽ സിനിമയിൽ നിന്ന് വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ഫുൾ ടൈം ഡയറക്ടറിന്റെ കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവണം, ഫാമിലിയാണ്. ഇപ്പോഴൊക്കെയാണ് അറ്റ് എ ടൈം 2 സിനിമ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടീമും അല്ലെങ്കിൽ എന്റെ ക്രൂ മെമ്പേഴ്സും എല്ലാം വലിയതായിട്ട് കാരണം അവരുടെ എക്സ്പീരിയൻസും വർക്കുകളുടെ ക്വാളിറ്റി വെച്ചിട്ട് അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഓഫ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ 2 പടങ്ങളൊക്കെ അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. അതുവരെ ഒറ്റ പടം വെച്ചിട്ട് ഓടിക്കൊണ്ടിരുന്നു. ഈ മമ്മൂട്ടി കമ്പനിയായിട്ട് എങ്ങനെ ടൈപ്പ് പോകുന്നത്? മമ്മൂക്ക കമ്പനി ഞാൻ ആക്ച്വലി നൻപകൽ നേരത്തിന് വൈകത്തിന് എന്നെ ടിനു പാപ്പച്ചനെ വിളിക്കുന്നു. ടിനു പാപ്പച്ചൻ എന്റെ സുഹൃത്തിനാണ്. ഞാൻ ചാവേർന്ന് മൂവി ചെയ്തിട്ടുണ്ട്. അപ്പോ ടിനിച്ചേട്ടനാണ് ഇങ്ങനെ ലിജോച്ചേട്ടന്റെ പടം തുടങ്ങുന്നുണ്ട്. കാരണം എന്റെ കെട്ടിയോളാണ്ട മലയാളം എന്ന സിനിമ കണ്ടു. ആ ഒരു മൂഡ് ഓഫ് ട്രീറ്റ്മെന്റ് ഒക്കെ മതി സിനിമയില് വരാൻ വന്നിട്ട് ഞാൻ ലിജോച്ചേട്ടനെ കാണുന്നു. ലിജോച്ചേട്ടൻ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ നന്മകൾ നേരത്തിലേക്ക് വരുന്നത്. പിന്നെ അവിടെ വെച്ചിട്ടാണ് മമ്മൂട്ടി കമ്പനിയിൽ പരിചയം വരുന്നത്. പിന്നെ ആ വർക്ക് ഞാൻ നന്നായിട്ട് ചെയ്തു. ഈ പറഞ്ഞ സുന്ദരത്തിന്റെ ക്യാരക്ടർ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു കോസ്റ്റ്യൂം ചെയ്തു. പിന്നെ ആ സിനിമ നല്ല രീതിയിൽ നോട്ടീസബിൾ ആയി. അപ്പോ അങ്ങനെയാണ്. ഇപ്പൊ 2ാമത്തെ പടം ഉടനെ തന്നെ അനൗൺസ് ചെയ്തതാണ് റോഷാക്ക്. അത് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് നേരെ എണ്ണത്താൻ കേസ് കൊണ്ട് ജോയിൻ ചെയ്യുന്നത്. അത് ഈ ടൈമിനകത്ത് ഞാൻ കണ്ടില്ല, ആദ്യത്തെ ഒരു 10 ദിവസം വരാൻ പറ്റൂലായിരുന്നു. അപ്പൊ ഞാൻ നിസാമൊക്കെ ഞാൻ കെട്ടുള്ള മലയാളം ചെയ്യുന്ന നിസാമൊക്കെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഇങ്ങനെ അത് അടുത്ത പടം വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് കാരണം അവിടെയും മേജർ പോർഷൻസ് നടക്കുന്നു. സിനിമയുടെ സ്റ്റാർട്ടിങ് പോർഷൻ ആണ്. അപ്പൊ നമ്മളൊരു ക്രാഫ്റ്റ് എടുത്തിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ നിൽക്കാൻ പറ്റിയെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ആദ്യത്തെ ഒരു 10 ദിവസമാണ് ഒരു സിനിമ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ തരണമെങ്കിൽ ഒരു ക്യാരക്ടറുകളൊക്കെ നോക്കാതെ ആദ്യത്തെ 10 ദിവസത്തിലാണ്. അത് കഴിയുമ്പോൾ സിനിമയുടെ ബാക്കി സ്മൂത്താണ്. നമ്മൾ എല്ലാവരും ട്രാക്കിലേക്ക് കയറും. പിന്നെ പുതിയ പുതിയ ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ആദ്യത്തെ 10 ദിവസമാണ് സിനിമ നമുക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. നമ്മൾ എത്ര ട്രയൽ എടുത്താണെങ്കിലും ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ചെറിയ ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അങ്ങനെ 10 ദിവസത്തിനുള്ളിൽ തുറക്കണം. പിന്നെ എല്ലാ കഥാപാത്രത്തിനും എന്തൊക്കെ വേണമെന്നുള്ളത് കാര്യം പിന്നെ നമുക്ക് സിനിമ ബാക്കിത്തെ പർച്ചേസ് ചെയ്യാനും ഫില്ല് ചെയ്യാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. മെൽവി എങ്ങനെ ഈ കോസ്റ്റ്യൂം ഡിസൈനിലേക്ക് ഞാന് ഈ പറഞ്ഞ മാതിരി ചെറുപ്പം തൊട്ടുള്ള പാഷനാണ്. അതായത് 8ാം ക്ലാസ് തൊട്ടുള്ള പാഷനാണ്. 8ാം ക്ലാസ്സിൽ ഈ അമ്മയുടെ ചേച്ചി വീട്ടില് ടൈൽ മിഷൻ, അമ്മയ്ക്ക് ചേച്ചി മറ്റേ അമ്മയുടെ ചേച്ചി ടൈലറാണ്. അപ്പൊ അമ്മയ്ക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ കൊണ്ടിട്ടാണ് അമ്മയ്ക്ക് വെല്ലുമിറ്റി പഴയ മിഷൻ. വെല്ലുമിറ്റി പുതിയ മേടിക്കുമ്പോൾ പഴയത് നമ്മൾ വീട്ടിൽ കൊണ്ടിട്ട് മെറിറ്റിന്റെ അതാണ് എന്റെ കട ഫ്രണ്ടിലുള്ള മിഷൻ. അത് ഞാൻ എന്റെ കട തുടങ്ങി വെച്ചാണ്. അത് ഈ പറഞ്ഞ മാതിരി അതിനകത്ത് ഈ പറയുന്ന ഒരു പണ്ട് ഞാൻ ആ സാധനം ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി കരുതുന്നത് വീഡിയോ ഗെയിം ഒക്കെ കഴിയുമ്പോൾ നമുക്കൊരു പൈസ ഉണ്ടാവും. കാർ ഓടിക്കണം എന്റെ ഉള്ളിൽ കയറിയിട്ട് കാർ ഓടിക്കണം. പിന്നെ അതിങ്ങനെ ചവിട്ടി പിടിക്കും. ഒരു സമയത്ത് ചവിട്ടി പിടിക്കാൻ നോക്കിയപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ട് മിഷൻ ചവിട്ടുന്ന സമയത്ത് ഓപ്പോസിറ്റ് ശരിക്കും മിഷൻ ഇങ്ങനെയാണ് കിടങ്ങേണ്ടത്. അപ്പോ അത് കിട്ടാൻ ഭയങ്കര ഒരു ചെറിയ ആദ്യത്തെ കുറച്ച് നാളുകളിൽ കുറച്ച് തന്നെ. പിന്നെ അത് നോക്കിയപ്പോൾ ക്രേസ് ആയിട്ട് തോന്നി. പിന്നെ നമ്മുടെ കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതുപോലെ സമയം സ്പെൻഡ് ചെയ്ത് തുടങ്ങി. അങ്ങനെ ഒരു വെക്കേഷനിൽ അമ്മയുടെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മിഷൻ പിടിക്കുന്ന ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോക്കി പെങ്ങളോടെ പഠിക്കാൻ വന്നിട്ട് അമ്മച്ചി പഠിക്കില്ല. അപ്പൊ അമ്മച്ചിയുടെ മോൻ എന്റെ തലവട്ടമ്മയൊക്കെയാണ്. അപ്പോ വെല്ലുവിളിക്ക് ഇങ്ങനെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ ഗ്രേസ് ആയതുകൊണ്ട് വെല്ലുവിളിക്ക് ഓരോ സാധനങ്ങൾ നോക്കണം. അല്ലെങ്കിൽ നേരെ ഒരു വരയൊക്കെ വരച്ചിട്ട് അതിനകത്തൊക്കെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കാൻ പറയും ജോലിയിലുണ്ട്. പിന്നെ അതിന് ഓരോ സ്റ്റെപ്പുകൾ വെല്ലുവിളിക്ക് പഠിപ്പിക്കുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു ബാബു എന്ന് പറഞ്ഞ കാര്യമുണ്ടായിരുന്നു. ചേട്ടന്റെ അടുത്ത് നല്ല ടൈലറാണ്. പുള്ളിക്ക് സ്റ്റോറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ബേസിക് പരിപാടി ഇവിടുന്ന് പഠിച്ചിട്ട് ഞാൻ ചേട്ടൻ്റെ കൂടെ ഇടയ്ക്ക് സ്റ്റോറിലൊക്കെ പോയി നിൽക്കും. അങ്ങനെ അറിയാവുന്ന കുറച്ച് ടൈലേഴ്സിന്റെ കൂടെ എന്നിട്ട് ഞാൻ 8ാം ക്ലാസ് കഴിയുന്ന ടൈമാകുമ്പോഴേക്കും ഞാൻ ടൈലറിങ് അത്യാവശ്യം പഠിച്ചു. സ്വന്തമായിട്ട് ഷർട്ടും ഇതൊക്കെ തയ്ക്കാനൊക്കെ ഉള്ള ഐഡിയ. പിന്നെ അങ്ങനെ +1 +2 കഴിയുമ്പോഴേക്കും എനിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പഴയ ചേട്ടന്മാരുടെ പാന്റ് ഒക്കെ കിട്ടുമല്ലോ നമുക്ക് ഡിസൈൻ ചെയ്യൂല്ലേ? നമുക്ക് ആ കാലഘട്ടത്തിൽ നമ്മൾ വലിയ വീട്ടിലുള്ള അഞ്ചുമാരുടെ വീട്ടിലൊക്കെ പോകുന്ന സമയത്ത് മറ്റേ ചേട്ടന്മാരുടെ പാകാത്ത പാന്റ് നമുക്ക് എടുത്തരും. നമുക്ക് ഒരു കാരണവശാലും കയറില്ല.
അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾക്ക് ഓൾട്ടറേഷൻ ചെയ്യലും പുതിയ മറ്റേ ബൂക്കറ്റ് പാൻറ് കൊണ്ടുവരുന്ന സമയത്താണ് നാരോ ഫിറ്റ് ഫാഷനൊക്കെ ആണ്. അപ്പൊ അതൊക്കെ ഷേപ്പ് ചെയ്ത് അടിച്ചു കൊടുക്കല്, പിന്നെ വലിയ ഷർട്ടൊക്കെ കട്ട് ചെയ്ത് ഷേപ്പ് ആക്കി കൊടുക്കുക, കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അങ്ങനെ കുറച്ച് നാളത്തേക്ക് എന്റെ വട്ടച്ചെലവുകൾ +1 +2 ഡിഗ്രി കാലഘട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എന്റെ പോക്കറ്റ് മണി ഞാൻ സമ്പാദിച്ചത് ഈ ടൈലറിങ് പോലെയാണ്. പിന്നെ അത് ഭയങ്കര പാഷനായിരുന്നു. ഈ പറഞ്ഞ ഡിഗ്രി എന്റെ പാരന്റ്സ് വിട്ടില്ല. ഈ പറഞ്ഞ പാരന്റ്സിന് അപ്പച്ചന്റെ ക്രേസിനകത്താണ് ഞാൻ ബികോം പഠിക്കാൻ പോയത്. എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കണമെന്ന് ഓൾറെഡി നമ്മൾ +2 കഴിയുമ്പോഴേക്കും നമുക്ക് ജഡ്ജ്മെന്റ് ആയി, ഓക്കെ ഇതിനകത്ത് എനിക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, എന്റെ പാഷൻ ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് പറയുമല്ലോ ഞാൻ ഫാഷൻ ഡിസൈനിങ് ആണ് പോകുന്നത്. ആ കാലഘട്ടത്തിലൊക്കെ ഫാഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ മാതിരി ഞാൻ എന്തിനോ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടി ബികോമിന് പോയി. പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ കോളേജിൽ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി വരാണ് വീണ്ടും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ വേണ്ടി. വീണ്ടും അപ്പച്ചനോട് ഒന്ന് കറങ്ങി നടന്നില്ല. വീണ്ടും പാരന്റ്സിന് താല്പര്യമില്ല ഇങ്ങനത്തെ ഒരു മേഖലയിൽ പോകുന്നുണ്ട. അപ്പച്ചൻ സൗദിയിലായിരുന്നു. സൗദിയിലൊരു ഹിറ്റാജി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ സ്റ്റോർ മൊത്തം അച്ഛന്റെ ഹാൻഡിലായിരുന്നു. അപ്പൊ അവിടേക്ക് MBA കഴിഞ്ഞ് അവിടുത്തെ ആ കമ്പനിയിൽ ഹയർ അതോറിറ്റിയിൽ ജോലി മേടിച്ചു തരാന്നുള്ളത് അപ്പച്ചന്റെ ആയിരുന്നു. ഞാൻ ഈ പറഞ്ഞ മാതിരി ഈ ബികോം കഴിഞ്ഞ് ബികോം പകുതിക്ക് വെച്ച് പിന്നെ അപ്പച്ചൻ ഫോണൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്തു. ബികോം കഴിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പച്ചന്റെ അടുത്ത് പറഞ്ഞു, ഇനി ഞാൻ പഠിക്കില്ല, ഇനി പഠിക്കണമെങ്കിൽ ഒന്നിനും ഫാഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഞാൻ പഠിപ്പ് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം, അല്ലാതെ ഇനി പഠിക്കല് വേറെ MBA പഠിച്ചിട്ടൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ അപ്പച്ചനായിട്ട് ചെറിയ പണക്കൊക്കെ കൂടി അങ്ങനെ എന്തെങ്കിലും അനുഭവം പറഞ്ഞിട്ട് MSc ടെക്സ്റ്റൈൽ ആൻഡ് ഫാഷൻ ഡിസൈനിങ് ആണ്. പിന്നെ ആ ഫസ്റ്റ് ഇയർ തന്നെയാണ് ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് പടം എനിക്ക് അസിസ്റ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇയറിൽ ഞാൻ ആ ടൈമിൽ 23 വയസ്സ് ആദ്യമായിട്ട് അസിസ്റ്റ് ചെയ്യാൻ പോണ പടം വെൽക്കം ടു സെൻട്രൽ ജയിലിനകത്ത് രീതിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് മാറി. അതാണ് സിനിമ ആദ്യമായിട്ട് കാണുന്നത് ജീവിതത്തിൽ. നമ്മൾ സിനിമയിൽ വരുന്നൊന്നും പ്രതീക്ഷ ഉണ്ടായില്ല. എനിക്ക് ഫാഷൻ, ഹൈ ഫാഷൻ അല്ലെങ്കിൽ എന്റേതായ ഡിസൈനിങ് സ്റ്റേറ്റ്മെന്റുകളൊക്കെ വെക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അപ്പൊ അവിടെ വെച്ചിട്ട് ഇങ്ങനെ സിനിമയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. പിന്നെ വേദികളോട് കുറച്ച് ആൾ പേഴ്സണലായിട്ട് സോണിയ എന്ന് പറയുന്ന ഡിസൈനറെ അസിസ്റ്റ് ചെയ്തു. പിന്നെ അമലാജിയോട് കുറച്ച് ആൾ അസിസ്റ്റ് ചെയ്തു. പിന്നെ മാഷറംസയോട് ഒന്ന് രണ്ട് പടം അസിസ്റ്റ് ചെയ്തു. അപ്പോഴേക്കും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ശ്രിന്ദ അസിസ്റ്റ് ശ്രിന്ദയിച്ചിട്ടില്ല. ചേച്ചി ഒരു പടം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ചേച്ചിക്ക് അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ചേച്ചിക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ പടം ചെയ്യാൻ പറ്റാതെ ഞാനായിരുന്നു കുറച്ച് ദിവസം അതിനകത്ത് നിന്ന് വർക്ക് ചെയ്യും. ചേച്ചിയുടെ ഗൈഡൻസിലാണ് ഞാൻ കുറെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യും. അങ്ങനെ ചേച്ചിയാണ് എന്റെ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ആക്കുന്നത്. ചേച്ചിയാണ് എന്നെ ദിവസം വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ടി നീയാണ് ഈ പടത്തിന്റെ ചീഫ്, എനിക്ക് പടത്തിന്റെ കണ്ടിന്യൂസിനെ കുറിച്ച് പ്രശ്നം. അതായത് ഈ പറഞ്ഞ മാതിരി ചേച്ചിയുടെ വർക്കുകളുടെയും ഷൂട്ടുകളുടെയൊക്കെ തിരക്കുകളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ പടം നന്നായിട്ട് ചെയ്യുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ ചേച്ചിക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചേച്ചി തന്നെ ഇൻഡിപെൻഡന്റ് ആക്കി, ഓക്കെ എന്തെങ്കിലും സ്റ്റഫ് ഉണ്ടെന്ന് ചേച്ചിയാണ് ആദ്യം കാണുന്നത്. അസിസ്റ്റ് ചെയ്യുന്ന എത്ര പേര് കൂടെ നടക്കുമെന്ന് ചേച്ചിക്ക് അറിയാം. ചേച്ചിയാണ് ഫസ്റ്റ് പടത്തിൽ തന്നെ ഇൻഡിപെൻഡന്റ് ആക്കിയത്. അത് കഴിഞ്ഞ് 2-3 സിനിമകൾക്ക് എന്നെ റെക്കമെൻഡ് ചെയ്ത ചേച്ചിയാണ്. പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒരു കച്ചിത്തുരുമ്പ് ഒരാൾ നമുക്ക് ഒരു കച്ചിത്തുരുമ്പ് പറഞ്ഞു പിന്നെ അതിനകത്ത് നമ്മൾ തിരിച്ചു കയറി ബിൽഡ് ചെയ്യാൻ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ഇത്രയും സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയത്. ഇത്രയും മറ്റേ ഇപ്പോൾ വന്ന് എനിക്ക് ഇവിടെ എന്റെ ഫ്രണ്ടിൽ സംസാരിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായത്. ഈ ഔട്ട്ഫിറ്റിലാണോ സാധാരണ പുറത്ത് പോകാറ്? മോസ്റ്റ്ലി ഞാൻ എന്തെങ്കിലും ഇവന്റ്സ് ഫങ്ഷൻസ് ഉള്ളിടത്ത് ഇത്രയും ഹൈ ആയിട്ട് പോകും. അല്ലെങ്കിൽ മോസ്റ്റ്ലി ബ്ലാക്കിനകത്ത് എന്തെങ്കിലും സിംപ്ലിസിറ്റി, അല്ലെങ്കിൽ ഡെനിംസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട്സ് ബ്ലാക്ക് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന കളർ. പിന്നെ എനിക്ക് പോപ്പിംഗ് കളേഴ്സ് ഇഷ്ടമാണ്, റെഡ് അതൊക്കെ. പക്ഷെ ബ്ലാക്കിന്റെ എലമെന്റ് എവിടെയെങ്കിലും വന്നിട്ടുള്ള കൂടുതലുള്ള മിക്സിങ് ആയിരിക്കും. പിന്നെ അങ്ങനെ കൂടുതൽ ഇതേപോലെ എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് നടക്കാം. എനിക്ക് കൂടുതൽ ഈ ബ്രാൻഡുകളൊക്കെ ഇടുന്നതിനോട് എനിക്ക് എനിക്ക് പേഴ്സണൽ കേട്ടോ, എല്ലാവരുടെയും കാര്യമില്ല. അത് ഡിസൈനർ ആയതുകൊണ്ട് എന്റെ ക്രാഫ്റ്റ് ആളുകൾ ഒക്കെ കണ്ടിട്ട് അതിനകത്ത് എന്ത് മോശമാണെങ്കിൽ മോശമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലതാണ് നല്ലതെന്ന് പറയണമെന്നുള്ളൊരു ആഗ്രഹമുള്ള വ്യക്തിയാണ്. അത് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ നടക്കുന്നത്. എന്നെ അറിയാവുന്ന സിനിമാക്കാരായിക്കോട്ടെ ആർട്ടിസ്റ്റുകളായിക്കോട്ടെ ഇവര് കണ്ടിട്ടുണ്ട് നിങ്ങൾ പല വേദികളിലും പല സ്ഥലങ്ങളിലും ലൊക്കേഷനുകളിലായിക്കോട്ടെ. ഇവരെ കണ്ടിട്ട് എനിക്ക് കമന്റ്സ് ഒക്കെ തരാറുള്ളതാണ്. നല്ല കമന്റ്സ് തന്നെ ഏറ്റവും കൂടുതൽ. അതൊക്കെ എന്റെ ഡിസൈനെ റെസ്പെക്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ ഗെറ്റ്സുകൊണ്ട് ഇറങ്ങാനുള്ള എന്റെ ഗെറ്റ്സും അന്ന് തിയേറ്ററിൽ അതുപോലെ ഒരു ഡ്രസ് അത് ഈ പറഞ്ഞ മാതിരി ആ ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. ക്യൂലൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ക്യൂവിന്റെ റൗണ്ട് ടേബിൾ ഡിസൈനർ. അപ്പൊ ഞാൻ ഈ ബ്രഹ്മയുഗത്തിന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. പക്ഷെ അത് കണ്ടന്റ് വന്നതിന് ശേഷം അത് ഭയങ്കരമായിട്ട് വൈറലായി. പറഞ്ഞ മാതിരി ഞാനെന്തോ 10 ലക്ഷം രൂപയ്ക്ക് മുണ്ട് മാത്രം ചെയ്തു എന്നുള്ള രീതിയിൽ കമന്റുകൾ വന്നു. അപ്പൊ ഞാൻ അതിന്റെ ക്ലാരിഫിക്കേഷൻ ആ വീഡിയോയിൽ മൊത്തത്തിൽ പറയുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി എങ്ങനെയാണ് പിന്നെ എന്നോട് പറഞ്ഞ മാതിരി ഇതൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ള എക്സ്പെൻസീവ്. പറഞ്ഞത് പോർച്ചുഗീസ് ആർമിന്റെ ആയിരുന്നു, മുണ്ട് നമ്മൾ ഉണ്ടാക്കിയതാണ്, ഓർണമെന്റ്സ്,
അതേപോലെ തന്നെ ചാത്തൻ, പിന്നെ ഇതിന്റെയൊക്കെ ട്രയൽ സെക്ഷൻ, പിന്നെ നമുക്ക് ചെരുപ്പ് അങ്ങനെയൊക്കെ ആയിട്ട് എന്റെ സിനിമയുടെ ബഡ്ജറ്റാണ് ഞാനത് പറഞ്ഞത്. അപ്പോ അതിനകത്ത് അവൻ ഏറിപ്പോയി. പിന്നെ അത് ഭയങ്കര രസമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കുറെ പേര് അക്സെപ്റ്റ് ചെയ്തു എന്ന് കണ്ടതിന് ശേഷം പിന്നെ എന്റെ കരിയറിൽ ഞാൻ ഇത്ര നാള് ഇങ്ങനൊന്നും വന്നിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ഇത് ആളുകൾ മനസ്സിലായി. ഞാനിപ്പോ ഈ 1 year ആയി ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ബിസിനസിനും മാർക്കറ്റിംഗ് ഞാനിപ്പോ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ഞാൻ പറയണം ഞാൻ സിനിമകളൊക്കെ ചെയ്തതാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഈ വീട് ഭയങ്കര എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയത്. എന്റെ കരിയറിൽ ടൈമായി എന്നുള്ളൊരു ഫീൽ എനിക്ക് തന്നെ തോന്നി. കാരണം അത് അത്ര വീട്ടിൽ പോയി. അപ്പൊ പിന്നെ എന്റെ ഏറ്റവും കരിയറിലെ ഏറ്റവും വലിയ സിനിമ അത് മമ്മൂക്കയുടെ കൂടെയുള്ള സിനിമ ആണ് ടർബോ. ടർബോന്റെ റെസ്പോൺസ് ഞാൻ ടർബോ നേരത്തെ ടർബോന്റെ റെസ്പോൺസ് ഭയങ്കര ഹാപ്പി ചെയ്തു. ഞാൻ ഓക്കെ അന്ന് ഞാൻ എന്താന്നുള്ള രീതിയിൽ വരാമെന്ന് ഉദ്ദേശിച്ച് മാത്രം വന്നതാണ്. പക്ഷെ അത് ഇങ്ങനെ വയറിലാണെന്ന് ഞാൻ സത്യത്തിൽ പോലും വിചാരിക്കില്ല. അത് നല്ല കമന്റുകളുണ്ട്, കുറെ മോശം കമന്റുകളുണ്ട്. മോശം കമന്റുകൾ നമ്മള് അത് അങ്ങനെ കാണുന്നില്ല. അതിനൊക്കെ പോസിറ്റീവായിട്ട് കാണുന്നു. ആളുകളത് ഓക്കെ അയാളൊരു കമന്റ് ഇടാൻ വേണ്ടിയിട്ടായാലും അയാളുടെ സമയം ചീത്ത വിളിച്ചോട്ടെ എന്തായിക്കോട്ടെ. ആ ലുക്ക് അയാൾക്ക് വർക്ക് ആവാഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ചീത്ത വിളിക്കുക. അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ നടക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അയാൾ ചീത്ത വിളിക്കുന്നത്. ഞാൻ ആ ജഡ്ജ്മെന്റിൽ കണ്ടിട്ട് എല്ലാ കമന്റുകളും ആസ്വദിക്കുന്നു പോകും. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനൊരു ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള ഗ്രോത്തിനും എനിക്ക് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നു. കാരണം ആസ് എ ഡിസൈനർ ഞാൻ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളായിരുന്നു. പബ്ലിക്കിലേക്ക് ഇപ്പൊ വരാൻ അത് ഞാൻ പറയാൻ വന്നത് ഒരു പക്ഷേ ഈ കോസ്റ്റ്യൂം ഡിസൈനർ എവിടെയാണ് ഷോപ്പ് എവിടെയാണെന്നൊക്കെ ചോദിക്കുന്നത് അതൊന്ന് കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക്. ഇതിപ്പോ ഞാൻ എറണാകുളത്ത് കല്ലൂർ കത്രക്കടവ് റോഡിനകത്ത് ബിസ്മി സൂപ്പർ മാർക്കറ്റിന്റെ സൈഡിൽ കൂടെ ലെഫ്റ്റിലേക്കുള്ള കാട്ടാക്കര ലൈനിലാണ് നമ്മുടെ സ്റ്റോർ വരുന്നത്. ഇതൊരു ഹൗസ് ബുട്ടിക് കൾച്ചറാണ്. ഈ പറഞ്ഞ മാതിരി ഞാൻ MSc ഒക്കെ പഠിക്കുന്ന സമയത്ത് MSc പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ അൾട്ടിമേറ്റ് ആഗ്രഹം ഒരു സ്റ്റോർ തുടങ്ങുക, സ്റ്റോറിനകത്ത് ഡിസൈൻ ചെയ്യുക, എന്റെ ഡിസൈൻസ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു എയിം ആയിരുന്നു. ആ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് വർക്കുകൾ കൂടുതലായിരുന്നു. ഞാൻ സിനിമയിലേക്ക് വന്നത് ഭയങ്കര വെഡ്ഡിങ് വർക്കിന്റെ ഇതിനാണ്. അതായത് എന്റെ ഒരു വെഡ്ഡിങ് വർക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് റെക്കമെൻഡ് ചെയ്തതാണ് ഈ വേദിക സ്റ്റൈലിസ്റ്റ് സോണിയ എന്ന് പറഞ്ഞ മാമിനെ. അങ്ങനെയാണ് എന്റെ സിനിമയിലേക്കുള്ള എൻട്രി. വെഡ്ഡിങ് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട് സിനിമയിൽ വന്നതിന് മുന്നേ. പിന്നെ ഒരു പീക്ക് പോയിന്റ് ആയതിനു ശേഷം ഇപ്പോ വെഡ്ഡിങ് മാർക്കറ്റിലേക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഇവിടെയുള്ള ഇപ്പോഴത്തെ ഈ നമ്മുടെ കടയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഹൗസ് ബുട്ടിക് കൾച്ചറാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആളുകളിലേക്ക് അറിഞ്ഞു വന്നോളൂ. അതുകൊണ്ട് ഞങ്ങൾ ഒരു വർഷം തുടങ്ങിയതിന് ശേഷം കുറച്ച് ഇപ്പൊ എന്റെ അച്ഛൻ മരിച്ചിട്ട് കഴിഞ്ഞ ഒരു വർഷം എനിക്ക് പ്രോപ്പർലി എനിക്ക് കടയിൽ എത്താൻ പറ്റിയിട്ടുണ്ടായില്ല. സിനിമയിൽ നിന്ന് ബ്രേക്ക് ആയിരുന്നു. അച്ഛന് ക്യാൻസർ ആയിരുന്നു. ക്യാൻസർ ആയിരുന്നു. അച്ഛൻ ഒരു 5-6 മാസത്തോളം സർവൈവലായിട്ട് അതിന് ശേഷമാണ് മരിക്കണം ആഗസ്റ്റില്. അപ്പോ ആ ടൈമിലൊക്കെയാണ് നമ്മൾ കട തുടങ്ങി കുറച്ചാളൊക്കെ കഴിഞ്ഞിട്ടാണ് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടായത്. എനിക്ക് പ്രോപ്പർലി കടയിൽ ഇല്ലാൻ പറ്റുന്നുണ്ടായില്ല. ഞങ്ങൾ ഇപ്പൊ കടയുടെ മൊത്തത്തിൽ ഒരു ഫേസ് ഫിറ്റിംഗിലാണ്. അതായത് ഇനി ഞാൻ ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ കൊച്ചിയിലെ ഏറ്റവും പ്രീമിയം കട എന്നുള്ളൊരു മൂലായിരുന്നു. ഇപ്പൊ ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കിടക്കുന്ന യെല്ലോ ഡ്രസ്സിനൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തതിന് ഒരു 4 ലക്ഷം to 5 ലക്ഷം രൂപ എനിക്ക് എക്സ്പെൻസ് ഉണ്ട്. ആ ഡ്രസ്സിന് ഞാൻ വർക്കേഴ്സിന് കൊടുത്ത സാലറിയും അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും ഞാൻ അതിന്റെ ഫുൾ അക്കോമഡേഷനും അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുമ്പോൾ ഓരോ ഡ്രസ്സിനും 3 ലക്ഷം രൂപ ഔട്ട്ഫിറ്റിന് വർക്ക് വരുന്നുണ്ട്. എന്റെ എക്സ്പെൻസ് വർക്ക് അതായത് ഞാൻ കൊടുത്ത വർക്കിംഗ് കോസ്റ്റും സാലറിയും ഞാൻ വന്ന കട്ടിംഗ് മാസ്റ്ററിനും ഞാൻ വന്ന ഏറ്റവും കലക്കാൻ ഹാൻഡ് വർക്കേഴ്സിനെ ഞാൻ കൊടുക്കും. കാരണം എന്റെ അതായത് എന്റെ പാർട്ണറുണ്ട് ഷാരോൺ സന്തോഷ് എന്ന് പറഞ്ഞ്. ഷാരോൺ സന്തോഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷ് ടി ഗുരുവിള സാറില്ലേ സാറിന്റെ പ്രൊഡ്യൂസർ മകളാണ്. അപ്പൊ സാറ് എന്നിലേക്ക് ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേരും ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ താങ്കേഴ്സും ഞാൻ ഇതേപോലെ ഒരു പാവാടയും ജാക്കറ്റും തൊപ്പിയൊക്കെ വെച്ചിട്ട് കുറെ ആക്സസറി ഒക്കെ ഇട്ട് നടക്കുന്ന സമയത്ത് സാറിന് ചോദിച്ചത് ഏതാണ് പോണം ചെക്കൻ കഴിഞ്ഞപ്പോൾ ഡയറക്ടറും ഇതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പൊ അന്ന് സാറിന് നോട്ട് ചെയ്ത് ചേർന്നു. പിന്നെ എനിക്ക് സാറിന് ഒരു ദിവസം ഗ്യാപ്പിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ നമ്മുടെ കൈലിമുണ്ടില്ലേ ഖാദിയുടെ കൈലിമുണ്ട്, ഖാദിയുടെ കയ്യിൽ മറ്റേ പ്ലെയിൻ മുണ്ട് കിട്ടും. അപ്പൊ ആ മുണ്ട് വെച്ചിട്ട് ഞാൻ സാറിന് ഒരു 10 വീട്ടിലിടാൻ പറ്റുന്ന ഹോം വെയർ ഞാൻ സ്റ്റിച്ച് ചെയ്ത് സാറിന് ഗിഫ്റ്റ് ചെയ്ത് ലൊക്കേഷൻ പോകുന്നുണ്ട്. അന്ന് സാറ് എന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ സ്റ്റേറ്റ് അവാർഡ് പടം റിലീസ് കഴിയുമ്പോൾ സാറിനോട് കിട്ടുന്നത് ഷാരോണും ഫാഷൻ ഡിസൈനിങ്ങാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നിച്ച് നമുക്കൊരു പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടാണ് സാറ് എനിക്ക് ഓക്കെ നമുക്ക് രണ്ടുപേർക്ക് കൂടി പ്ലാൻ ചെയ്യാമെന്ന് ഞാൻ ഷാരോണിന് കുറെ മീറ്റിങ്ങുകളിൽ ഇരുന്ന് നമ്മൾ രണ്ടുപേരും കൂടി ബില്ല് ചെയ്താണ് കരിയർ ചെയ്യാന്ന് പറയുന്നത് സാറിന്. അപ്പൊ അതിനകത്ത് എന്റെ കുറെ വർഷത്തെ സ്വപ്നങ്ങളുണ്ട്. ഇപ്പൊ ഷാരോണിന്റെ ഭാഗത്തുനിന്നായാലും അങ്ങനത്തെ കുറെ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനത്തിൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഭയങ്കര യൂണിക് ആയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഏറ്റവും നല്ല വർക്കേഴ്സിനെയും ഏറ്റവും നല്ല ആളുകളെയും കൊണ്ടുവന്ന് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ആ ടൈമിൽ അവരൊക്കെ നമ്മൾ നോർമലി ഒരു ടൈലറിംഗ് ഷോപ്പിലോ അല്ലെങ്കിൽ ബുട്ടിക്കിലോ കൊടുക്കുന്ന
സാലറി എല്ലാം നമ്മൾ നമ്മുടെ വർക്കേഴ്സിന് കൊടുക്കുന്നത്. അത്രയും പ്രീമിയം. ഇപ്പോൾ സബ്യാസാച്ചിയുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന കട്ടിംഗ് മാസ്റ്ററാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് ഞാനൊരു 2.53 സംതിങ് പെർ ഡേ സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് ഈ വർഷത്തെ കഴിഞ്ഞൊരു വർഷം ഞാൻ നോക്കുന്ന സമയത്ത് വെഡിങ് മാർക്കറ്റ് കംപ്ലീറ്റ്ലി മാറി ആളുകൾക്ക് ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിലേക്ക് ബെറ്റർ എന്നുള്ള സാധനത്തിലേക്ക് വേണമെന്നുണ്ട്. നമ്മൾ ഈ ഒരു വർഷത്തിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ ആളുകളുടെ കസ്റ്റമേഴ്സിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി. ഇനി ഞാൻ ഇപ്പൊ ഇത് ചേട്ടന്റെ അടുത്താണ് ആദ്യമായിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. കൊച്ചിയില് ഏറ്റവും പ്രീമിയം ആംബിയൻസിൽ ഏറ്റവും പ്രീമിയം ഡിസൈനർ കളക്ഷൻ അത് ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിൽ ക്ലോത്ത് കൊടുക്കാൻ പോകുന്ന മെൽവിയായിരിക്കും. അത് മെൽവിയുടെ എക്സ്പീരിയൻസ് എന്നുള്ളത് സിനിമയാണ്. സിനിമ നമുക്ക് രണ്ട് രീതിയിലുണ്ട്. ഞാൻ മിന്നൽ മുള്ളി എന്നുള്ള സിനിമ ഉണ്ടാക്കിയത് 10 ലക്ഷം ഉണ്ടാണ് അത്രയും ആളുകൾക്ക്. അതേപോലെ മഹാവീർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാക്കിയത് അറൗണ്ട് ഒരു 20 രൂപയ്ക്കാണ് മൊത്തത്തിലൊരു പരിപാടി നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ രാജാവിന്റെ ഇതിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തത് പ്രീമിയത്തിൽ ഉണ്ടാക്കാൻ അറിയാം, കോസ്റ്റ് കുറച്ചുണ്ടാക്കാൻ അറിയാം. ഇതൊക്കെ സിനിമ എക്സ്പീരിയൻസിൽ നമുക്ക് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. നമ്മളിപ്പോ ഒരു കല്യാണം സെറ്റ് ഇട്ട് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഒരു 6 ലക്ഷം 7 ലക്ഷം ഒക്കെ ചിലപ്പോൾ ചില സിനിമയിൽ ഇപ്പൊ കെട്ടിയോളാണ് വളരെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 3 ലക്ഷം രൂപ എനിക്ക് പ്രൊഡക്ഷന് ബഡ്ജറ്റ് തന്നു. 3 ലക്ഷം രൂപയ്ക്ക് ഈ സിനിമ ആ സിനിമയുടെ കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് എനിക്ക് തന്നിട്ടുള്ള ബഡ്ജറ്റ് 3 ലക്ഷം രൂപ. അതിനകത്ത് കല്യാണമുണ്ട്, ശ്രീവാദിന്റെ പെണ്ണുണ്ട്, മറ്റൊരു അങ്ങനെ കുറെ നാട്ടുകാരുണ്ട്. ഇപ്പൊ ഇതിനകത്ത് ഞാൻ എങ്ങനെ ബഡ്ജറ്റ് റെഡ്യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറെ നാട്ടുകാരെ കളക്ട് ചെയ്തിട്ട് ഞാൻ കല്യാണത്തിന് മാത്രം കുറച്ച് ഫണ്ട്, ആ കല്യാണത്തിന് കോട്ട് മേടിച്ചിട്ടുണ്ട്, സാരി മേടിച്ചിട്ടുണ്ട്, എല്ലാ സാധനവും മേടിച്ചാണ്. അത് നമ്മളത് എങ്ങനെ സോഴ്സ് ചെയ്ത് കൊണ്ടുപോകും. അത്രയും ഭംഗിയുള്ള ഒരു കല്യാണം ഞാൻ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതുപോലെ ഇന്ത്യക്കാർക്ക് ഒരു പ്രേമം ഉണ്ടായിരുന്നു, ഒരു കല്യാണം ക്രിയേറ്റ് ചെയ്തിട്ട് അതിന്റെയൊക്കെ ബഡ്ജറ്റ് ഭയങ്കര ലെസ് ആയിരുന്നു. ഞാൻ ആദ്യം എന്റെ കോൺസെപ്റ്റ് വൈസ് വിചാരിക്കുന്നത് ഞാൻ ഇത്ര സിനിമകൾ ചെയ്തുന്ന ഡിസൈനർ ആണല്ലോ, അപ്പൊ ഞാൻ ഡിസൈനിങ്ങിന് അതൊരു വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് മേടിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ പണിക്കാരിൽ നിന്ന് ഇവിടെ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി. പക്ഷെ പല കസ്റ്റമേഴ്സിനും വരുമ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ദിവസത്തെ ഫംഗ്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡ്രസ്സാണ്, എന്തിനും ഞങ്ങൾ ഇത്രയും അല്ലെങ്കിൽ ഇപ്പം പോയ കൾച്ചറിലുള്ള എല്ലാവരും പുറത്ത് പോയി UK ഇവിടെയൊക്കെ കാനഡയിലൊക്കെ പഠിക്കാൻ പോകുന്നത് നമ്മളെടുത്ത് പോയിട്ടാണ് ഒരു കല്യാണത്തിന് വന്നത്. അവരുടെയൊക്കെ ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത്ര പൈസ ഇല്ല, ഓൾറെഡി നമ്മളിങ്ങനെ സർവൈവ് ചെയ്താണ് പോകുന്നത്, ജോലി കാര്യങ്ങൾ അവിടെ വേറെ വീടെടുക്കണം, അതിന് എക്സ്പെൻസ് ഉണ്ട്. അപ്പൊ കൂടുതൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് എനിക്ക് വേണ്ടി അന്ന് ഞാൻ ഡിസൈഡ് ചെയ്താണ്. ഞാൻ ഇപ്പൊ സാറിന്റെ സംസാരിക്കുന്നത് അത് ഇനി കൊച്ചിയിൽ ഏറ്റവും പ്രീമിയം ഡിസൈനർ കളക്ഷൻസ് ഏറ്റവും ചീപ്പസ്റ്റ് കോസ്റ്റിൽ കൊടുക്കാൻ ഞാനൊരു, കാരണം എന്റെ സിനിമ എക്സ്പീരിയൻസും അത് ഇപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് മിമിക് ചെയ്യാൻ പറ്റുന്ന സിനിമയിൽ കാഴ്ചയിൽ ഭയങ്കര ഭംഗിയും അത് ഉണ്ടാക്കുന്ന രീതി ഭയങ്കര വ്യത്യസ്തമാണ് സിനിമയിൽ മാത്രം. അപ്പൊ ആ ഒരു മെത്തേഡിന് എടുത്ത് ഏറ്റവും ഭംഗിയുള്ള ഔട്ട്ഫിറ്റുകൾ ഏറ്റവും ചീപ്പർ കോസ്റ്റിൽ എന്റെ സ്റ്റോറിൽ കൊടുക്കണമെന്ന് ഇപ്പത്തെ ആഗ്രഹം. അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് മൊത്തത്തിൽ ഇപ്പൊ കടയുടെ ഫ്രണ്ടിൽ കുറെ ഡമ്മീസും മാനേജ്മെന്റും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കൊണ്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഫേസ് ഷിഫ്റ്റിംഗ് എനിക്ക് പൊതുവെ വർക്ക് എടുക്കൽ ഇപ്പൊ കുറവാണ്, മൊത്തത്തിൽ മാറ്റുക എന്നുള്ളത് മോഡിയിലാണ്. എന്തായാലും സക്സസ് ആവട്ടെ. അതൊക്കെ താങ്ക് യു സോ മച്ച്. ആദ്യമായിട്ടാണ് ഞാൻ ഒരു തയ്യൽ മെഷീൻ ഒരു എന്താ പറയാ ഒരു പാഷനായിട്ട് കൊണ്ടുനടന്ന ഒരു ബാല്യത്തിൽ നിന്ന് ഇത്രയും വളർന്ന് മമ്മൂട്ടി കമ്പനിയുടെ പടങ്ങൾ തുടർച്ചയായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടർബോ രത്നയ്ക്കാണ് മെൽവി. അപ്പൊ മെൽവിക്ക് തുടർച്ചയായിട്ട് പടങ്ങൾ കിട്ടട്ടെ. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു പ്രീമിയം ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രീമിയം സാധനങ്ങൾ കൊച്ചിയിൽ കൊടുക്കാൻ സാധിക്കട്ടെ. അത് കണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരട്ടെ. മെൽവിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ.